നമസ്കാരം. വിജ്ഞാന ചൂടാമണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 5, ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും പരിസ്ഥിതി പരിപാലനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സാമാന്യ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാലന വിഭാഗമായ UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെൻറ്റ് പ്രോഗ്രാം കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിൽ 1972 ജൂൺ 5 സ്ഥാപിതമായതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഈ ദിനത്തിൽ വിവിധ രാജ്യങ്ങളിലെ സർക്കാർ ഏജൻസികളുടെയും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. ഈ വർഷത്തെ പ്രമേയം ഭൂമി പുനരുദ്ധാരണം, മരുഭൂമിവൽക്കരണം, വരൾച്ച എന്നിവയെ ഫലപ്രദമായി പ്രതിരോധിക്കൽ. ഈ വർഷത്തെ മുദ്രാവാക്യം അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ വി ആർ ജനറേഷൻ റിസ്റ്റോറേഷൻ എന്നതാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യമരുളുന്നത് സൗദി അറേബ്യയാണ്. മരുഭൂമിവൽക്കരണത്തെ ചെറുക്കുന്നതിനുള്ള UN കൺവെൻഷൻ പ്രമേയമനുസരിച്ച് ലോകത്തിലെ ഏതാണ്ട് 40% ഭൂപ്രദേശം നാശം നേരിടുന്നു. ഭൂമിയുടെ പകുതി ജനസംഖ്യയെ നേരിട്ട് ബാധിക്കുകയും ലോക സാമ്പത്തിക ഉൽപ്പാദനത്തിൻ്റെ 50%-നെ ഗണ്യമായി ബാധിക്കുകയും ചെയ്യുന്നു. വരൾച്ചയുടെ ആവർത്തനവും ദൈർഘ്യവും 2000 മുതൽ 29% വർദ്ധിച്ചു. പെട്ടെന്നുള്ള ഇടപെടൽ നടത്തിയില്ലെങ്കിൽ 2050 ആകുമ്പോഴേക്കും ആഗോള ജനസംഖ്യയുടെ 75%-ലധികം ആളുകളുടെ ഉപജീവന മാർഗം ഇല്ലാതെയാകും. ഇത് ഭൂമിയിലെ ജീവിതം ദുസ്സഹമാക്കും. അതിനാൽ ഓരോ വ്യക്തിയും ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അവനവനാൽ കഴിയുന്നത് പരിസ്ഥിതിക്ക് വേണ്ടി ചെയ്യുക. അടുത്ത തലമുറയ്ക്കു കൂടി അവകാശപ്പെട്ട ഭൂമിയിലെ പരിസ്ഥിതി പരിപാലന പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുക. വാസസ്ഥലങ്ങളും സമീപ പ്രദേശങ്ങളും വൃത്തിയാക്കുകയും പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുകയും ചെയ്യുക. മരങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. പുനർവനവൽക്കരണത്തിൽ സജീവമായി പങ്കാളികളാകുക. വന്യജീവികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള നടപടികൾ ഊർജിതമാക്കുക എന്നിവയാണ് നമുക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ. ജയ് ഹിന്ദ്.